മെഡിക്കൽ കോഡിംഗ് ആയിട്ട് ബന്ധപ്പെടുന്നത്. ഇതിൻ്റെ രോഗലക്ഷണങ്ങളും അതിൻ്റെ മെഡിക്കൽ കോഡ്സും എങ്ങനെയാണ് ആയിട്ട് നമ്മൾ കൂടുതലായിട്ട് എടുക്കേണ്ട മുൻകരുതലുകൾ എന്തൊക്കെയാണെന്നുള്ളത്. ഹായ് ഗായ്സ്, വെൽക്കം ടു ഇൻഡസ് ടോക്സ്. അപ്പോൾ നിങ്ങൾ ഇന്ന് തംബ്നെയിൽ കണ്ട പോലെ തന്നെ നമ്മൾ നിപ വൈറസും മെഡിക്കൽ കോഡിങ്ങും തമ്മിലുള്ള ബന്ധം നിങ്ങൾക്കറിയാം. ഇപ്പോൾ നിപ വൈറസിൻ്റെ സ്പ്രെഡിങ് വന്നിരിക്കുകയാണ്. ഇപ്പോൾ കുറച്ച് വർഷങ്ങൾക്ക് ശേഷം വീണ്ടും നമ്മൾ കേരളത്തിൽ നിപ വന്നിരിക്കുകയാണ്. അപ്പോൾ ഈ നിപയും മെഡിക്കൽ കോഡിങ്ങും തമ്മിലുള്ള ഒരു ബന്ധം എന്താണെന്ന് നിങ്ങൾ മെഡിക്കൽ കോഡേഴ്സ് ആയാലും അല്ലാതെയുള്ള ആൾക്കാർക്കായാലും ഒന്ന് നിങ്ങൾക്ക് അറിയിച്ചു തരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. അതുപോലെ തന്നെ മറക്കണ്ട, നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെന്ന് വെച്ചാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കണ്ട. നമ്മൾ മെഡിക്കൽ കോഡിങ് റിലേറ്റഡ് ആയിട്ടും ഒരുപാട് വീഡിയോസ് നമ്മൾ ഇടാറുണ്ട്. അതേപോലെ മെഡിക്കൽ കോഡിങ്ങിൻ്റെ ബാച്ച് UAE ഉള്ള കാൻഡിഡേറ്റ്സിനും ഇന്ത്യൻ കാൻഡിഡേറ്റ്സിനും ഒരുപോലെ അറ്റൻഡ് ചെയ്യാവുന്നതാണ്. നമ്മൾ നെക്സ്റ്റ് ബാച്ച് സെപ്റ്റംബർ 29 വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് എല്ലാ മന്തിലും ബാച്ചസ് അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ നിപ വൈറസ് എന്താണെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് എ സോണോട്ടിക് വൈറസ്. Zoonotic virus means it is transmitted from animals to humans. അപ്പോൾ മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് സ്പ്രെഡ് ചെയ്യാവുന്ന ഒരു വൈറസിനെ പറയുന്നതാണ് നിപ വൈറസ് എന്ന് പറയണം. അതല്ലാതെ ഇറ്റ് ഈസ് ട്രാൻസ്മിറ്റഡ് ബിറ്റ്വീൻ ദ പീപ്പിൾസും ത്രൂ കണ്ടാമിനേറ്റഡ് ഫുഡ്സും. ഇപ്പോൾ ഈവൻ ഒരു മനുഷ്യരിൽ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാമല്ലോ, നമുക്ക് കോവിഡ് ആയാലും എല്ലാ കേസസ് ആയാലും മനുഷ്യരിലും സ്പ്രെഡിങ് ഉണ്ടായിരിക്കും. അപ്പോൾ ഒരാളിൽ നിന്ന് നമുക്ക് അടുത്ത അത്രയും അധികം ഡയറക്റ്റ് കോണ്ടാക്റ്റ് ഉള്ള ആൾക്കാർക്കും സ്പ്രെഡ് ചെയ്യാവുന്ന ഒരു ഡിസീസാണ് ഈ നിപ വൈറസ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും കേട്ട പോലെ തന്നെ ഈ നിപ വൈറസിന് എന്താണ് ഡെത്ത് റേറ്റ് മീൻസ് അത് കറക്റ്റ് ടൈമിന് അത് നോക്കിയില്ലെങ്കിൽ ഡെത്ത് റേറ്റ് കൂടുതലാണ്. അപ്പോൾ അത് എങ്ങനെയാണ് ഇത് മെഡിക്കൽ കോഡിംഗ് ആയിട്ട് ബന്ധപ്പെടുന്നത്, ഇതിൻ്റെ രോഗലക്ഷണങ്ങളും അതിൻ്റെ മെഡിക്കൽ കോഡ്സും എങ്ങനെയാണ്, ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോണത്. അപ്പോൾ നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് കണ്ടു നോക്കിയാലോ. അപ്പോൾ ഈ നിപ വൈറസും മെഡിക്കൽ കോഡിംഗ് ആയിട്ടുള്ള ബന്ധം എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം. നിപ വൈറസിൻ്റെ കോഡ് വരുന്നത് B33.8 ആണ് കോഡ് വരുന്നത്. അത് ഏതിലാണ് നമ്മൾ ചെയ്തതെന്ന് വെച്ചാൽ അതർ സ്പെസിഫൈഡ് വൈറൽ ഡിസീസ്. കാരണം നിപ്പയ്ക്ക് സ്പെസിഫൈഡ് ആയിട്ടുള്ള ഒരു കോഡ് ഇപ്പം ഇല്ല, നമ്മൾ അതിനെ മെൻഷൻ ചെയ്തിരിക്കുന്നത് അതർ സ്പെസിഫൈഡ് വൈറൽ ഡിസീസിലാണ്. ഇപ്പോൾ മെഡിക്കൽ കോഡേഴ്സ് ഉണ്ടെങ്കിൽ ചോദിക്കും, അവർക്ക് ഡൗട്ടാണ് ഏതിലത്തെ ഇൻഡെക്സിൽ എങ്ങനെ പോയിട്ടാണ് മാം ഇത് എടുക്കുക ചോദിക്കും. അപ്പോൾ അങ്ങനെയെന്ന് വെച്ചാൽ ഒന്നുമില്ല, ഇൻഡെക്സിൽ പോവുക, ഇൻഫെക്ഷനിൽ വൈറസിൽ പോയി കഴിഞ്ഞാൽ സ്പെസിഫൈഡ് NECയിൽ ഉണ്ടായിരിക്കും നമ്മളെ കോഡ് B33.8. ഇതാണ് നിപ വൈറസിൻ്റെ കോഡ്. ഓക്കെ, നിപ വൈറസിനായിട്ട് ഇപ്പോൾ സ്പെസിഫൈഡ് ആയിട്ട് ഒരു കോഡ്, ദർ ഈസ് നോ സ്പെസിഫിക് കോഡ് ഫോർ നിപ ഇൻഫെക്ഷൻ. ഓക്കെ, B33.8 അതർ സ്പെസിഫൈഡ് വൈറൽ ഡിസീസാണ് നിപ്പയുടെ കോഡായിട്ട് ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന കോഡ്സ്. ഓക്കെ, ഇനി ഇതിൻ്റെ പ്രധാന ലക്ഷണങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇതിൻ്റെ പ്രധാന കുറച്ചധികം ഫീവർ ആയാലും കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ കോഡ്സ് ഏതൊക്കെ വരുന്നത്. അപ്പോൾ ഫസ്റ്റ് നിങ്ങൾക്കറിയാം പനിയാണ് ഇതിൻ്റെ ഫസ്റ്റ് ലക്ഷണം വരുന്നത്. അപ്പോൾ ഫീവറിൻ്റെ കോഡ് R50.9 ആണ് ഫീവറിൻ്റെ കോഡ് വരുന്നത്. അതേപോലെ എൻസെഫലൈറ്റിസ് വരും A85.8. അടുത്തത് ഹെഡ് ഏക്ക് വരുന്നുണ്ട്. ഹെഡ് ഏക്ക് R51.9. പനി, തലവേദന, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആണ് ഇതിൽ മെയിനായിട്ട് വരുന്നത്. പിന്നെ അതേപോലെ തന്നെ കുറച്ചും കൂടി വന്നിട്ട് ബ്രെത്തിങ് ഡിഫിക്കൽട്ടി ഉണ്ടായിരിക്കാം. ബ്രെത്തിങ് ഡിഫിക്കൽട്ടിയുടെ കോഡ് R06.00 ആണ് ബ്രെത്തിങ് ഡിഫിക്കൽട്ടിയുടെ കോഡ്. നമുക്ക് ശ്വാസ തടസ്സം ഉണ്ടായിരിക്കാം, പിന്നെ കഫ്, ചുമ ഉണ്ടായിരിക്കാം, R05.9. അതേപോലെ സോർ ത്രോട്ട്, ചെറുതായിട്ട് തൊണ്ടവേദനയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കാം, അതിൻ്റെ കോഡാണ് J02.8. ഡയറിയ A08.39 ആണ് കോഡ് വരുന്നത്. അതേപോലെ വോമിറ്റിംഗ് വിത്ത് നോസിയ R11.2 ആണ് വരുന്നത്. മസിൽ പെയിൻ ഉണ്ടാവാം M79.10.
എക്സ്ട്രീം കേസിൽ ഡിസ്ഓറിയൻറ്റേഷനൊക്കെ വരും, നമുക്ക് ഫിക്സ് പോലെ അതേപോലെ നമ്മൾ ബ്രെയിനിനെ ബാധിക്കുന്ന രീതിക്ക് വരെ ഉള്ള അസുഖങ്ങളും ഒക്കെ വരും. അപ്പോൾ ഡിസ്ഓറിയൻറ്റേഷന് കോഡ് വരുന്ന R41.0 സീഷ്യസ്, അതും വരാം R56.9. അപ്പോൾ എക്സ്ട്രീം കേസിൽ ഡിസ്ഓറിയൻറ്റേഷൻ R41.0, അതേപോലെ സീഷ്യസ് R56.9. ഓക്കെ. പിന്നെ അതേപോലെ കറൻ്റ്ലി ദർ ഈസ് നോ വാക്സിൻ ഓർ മെഡിക്കേഷൻ ടു ക്യൂർ നിപ്പ വൈറസ് ഇൻഫെക്ഷൻ. ഇപ്പോൾ നിപ്പ വൈറസ് ഇൻഫെക്ഷന് നമുക്ക് മുക്തി വരാനായിട്ട് ഇപ്പോൾ ഈ സിംറ്റംസിനെ ട്രീറ്റ് ചെയ്യാനേ നമുക്ക് പറ്റുള്ളൂ. അതിനായിട്ട് വാക്സിനോ അതുപോലെ മെഡിക്കേഷനോ ആ ഒരു വൈറസിനെ മാത്രമായിട്ട് പ്രതിരോധിക്കാനുള്ള ഒരു മെഡിസിൻ നമുക്കില്ല. നമുക്ക് ഈ ഓരോ സിംറ്റംസിനെ നമുക്ക് കുറക്കാനുള്ള മെഡിസിൻസ് ആണ് ഇപ്പോൾ റീസെൻ്റ്ലി നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ, ഇത്രയും ഡിസീസ് കണ്ടീഷന് അല്ലെങ്കിൽ ഇത്രയും സിംറ്റംസ് ആണ് നമുക്ക് ഒരു നിപ്പ വൈറസ് ഉണ്ടെങ്കിൽ നമുക്ക് കാണാവുന്ന ലക്ഷണങ്ങൾ എന്ന് പറയാം. അപ്പോൾ ഇതിനായിട്ട് നമ്മൾ കൂടുതലായിട്ട് എടുക്കേണ്ട മുൻകരുതലുകൾ എന്തൊക്കെയാണെന്നുള്ളതെന്ന് വെച്ചാൽ ഒന്നുമില്ല, മാസ്ക് ധരിക്കുക, അതുപോലെ നിങ്ങൾ എല്ലാവരും കേട്ട് ബോറടിച്ച പോലെ തന്നെ സാമൂഹിക അകലം പാലിക്കുക, പിന്നെ കൈ സോപ്പിട്ട് എപ്പോഴും കഴുകുക. പിന്നെ നിപ്പയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വവ്വാല് കടിച്ച ഭക്ഷണങ്ങളോ അങ്ങനത്തെ ബാക്കിയുള്ള ഫുഡൊന്നും കഴിക്കാതിരിക്കുക. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് മെയിനായിട്ട് നമുക്ക് എടുക്കാവുന്ന പ്രിക്വേഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെയാണ് മെഡിക്കൽ കോഡിങ്ങും നിപ്പയും തമ്മിലുള്ള ബന്ധം എന്ന് വെച്ചാൽ നിപ്പയുടെ കോഡ്സ്, അതേപോലെ നിപ്പയുടെ സിംറ്റംസിൻ്റെ കോഡ്സ്, അസുഖങ്ങളെ കോഡ്സൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ എല്ലാവരും സേഫായിട്ട് ഇരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. വേഗം തന്നെ ഈ ഒരു അസുഖം ഇവിടെ നിന്ന് മാഞ്ഞു പോകട്ടെ, നമുക്ക് പുതിയതായിട്ടുള്ള അസുഖങ്ങളൊന്നും വരാതെ നമുക്ക് എല്ലാവർക്കും സേഫായിട്ട് എടുക്കട്ടെ, എല്ലാവരുടെ ഹെൽത്തും നന്നാവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇനി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന എല്ലാവരുടെ അസുഖങ്ങളും മാറട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ എനിവേ, താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.